നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ടോപ്പിക്ക് GST ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ, GST എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ GST പറയുന്നതിന് മുന്നേ തന്നെ എന്താണ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പൾസറി അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഇൻഡിവിജ്വൽസ് കമ്പനീസ് ഒക്കെ അടയ്ക്കേണ്ട, മാൻഡേറ്ററി ആയിട്ട് അടയ്ക്കേണ്ട ടാക്സ് ആണ് അല്ലേ. അത് നമ്മളുടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഇഷ്ടാനുസരണമാണോ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്? അല്ല. അതിൻ്റെ കൺസേൺഡ് അതോറിറ്റീസ് മാൻഡേറ്ററി ആയിട്ട് ഇൻഡിവിജ്വൽസിനെ കൊണ്ടും കമ്പനീസിനെ കൊണ്ടും ഒക്കെ അടപ്പിക്കുന്ന നിർബന്ധിത നികുതിയാണ് അല്ലേ. അപ്പോൾ ടാക്സിനെ തന്നെ നമുക്ക് എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഈ GST വരുന്നതിന് മുന്നേ ഉള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ടാക്സിനെ ഡയറക്റ്റ് ടാക്സും ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അല്ലേ, ടാക്സ് പെയർ അതായത് ടാക്സ് അടയ്ക്കുന്ന ആള് നേരിട്ട് അടയ്ക്കേണ്ട നികുതിയാണ് ഏത്, അല്ലെ നേരിട്ട് അടയ്ക്കേണ്ട ടാക്സ് ആണ് ഏത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ. ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ക്ലിയർ ആണല്ലോ. ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ, സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി തുടങ്ങിയ ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് വന്നതാണ് ഏത്? ഈ GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം GSTയുടെ ഇൻട്രൊഡക്ഷനോടുകൂടി ഇൻഡയറക്റ്റ് ടാക്സുകളെ എല്ലാം കൂടി സബ്സ്യൂം ചെയ്തുകൊണ്ടുള്ള ഒരു ടേമാണ് ഏത്? GST. ഓക്കെ, അപ്പം ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നില്ല, ഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഈ ഇൻഡയറക്റ്റ് ടാക്സിനെ എല്ലാം കൂടി എന്താ നമ്മൾ പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാണ് GST വന്നത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്? ഓക്കെ, GST വന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം GST എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പം അതുപോലെ തന്നെ ഈ GST വന്നതിന് ശേഷം കേരള PSC നടത്തുന്ന എല്ലാ എക്സാംസിനും GSTയിൽ നിന്ന് എന്തുണ്ട്? ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സിലബസിലുള്ള അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ GST വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. The goods and service tax or GST is one of India's most significant tax reform designed to unify and streamline the country's indirect tax system. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് അല്ലേ, ഏറ്റവും മേജറായിട്ടുള്ള ഒരു ടാക്സ് റിഫോമാണ് നമ്മുടെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാക്സ് റിഫോമാണ് ഏതെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് GST എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ GSTയിൽ എന്താണ് ചെയ്തതെന്ന് നോക്കിയേ, യൂണിഫൈ ദ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സുകളെ എല്ലാം കൂടി ഒരുമിപ്പിക്കുക അല്ലെ, യൂണിഫൈ ചെയ്തുകൊണ്ട് വന്ന ഒരു സിസ്റ്റമാണ് ഇത് GST. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടാക്സ് റിഫോമാണ്. ഇതിൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സുകളെ എല്ലാം എന്ത് ചെയ്തു? യൂണിഫൈ ചെയ്തു. By replacing multiple state and central levies with a single framework, GST promote transparency, simplifies compliance and enhances the ease of doing business. ഈ GST വന്നതുകൊണ്ടുള്ള അല്ലെ, GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു സിംഗിൾ ടാക്സ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട്, അതുവഴി നമുക്ക് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ് കുറച്ചുകൂടി ഈസി വേയിൽ നടത്താനും ഒക്കെയാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം മനസ്സിലാക്കുക, ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെയും യൂണിഫൈ ചെയ്തുകൊണ്ട് വന്ന ഒരു ടാക്സ് റിഫോമാണ് ഏത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. GST is an indirect tax introduced in India on 1st July 2017. Okay, എന്നാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1st July 2017. ഈ 1st July ആണ് GST ഡേ എന്നും അറിയപ്പെടുന്നത് കേട്ടോ. GST ഡേ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? 1st July ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്
എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജൂലൈ 1, 2017 റീപ്ലേസിങ് എ റേഞ്ച് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് ടാക്സ്. മുന്നേ നിലവിലുള്ള, നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ടായിരുന്നു. ആ ഇൻഡയറക്റ്റ് ടാക്സുകളെ എല്ലാം സബ്സ്യൂം ചെയ്തുകൊണ്ട് വന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ GST എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെയാണ്? വാറ്റ്, സർവീസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, എന്റർടൈൻമെന്റ് ടാക്സ്, ഒക്ടറി തുടങ്ങിയ ഡിഫറെന്റ് ഇൻഡയറക്റ്റ് ടാക്സുകളെ സബ്സ്യൂം ചെയ്തുകൊണ്ട് യൂണിഫൈ ചെയ്തുകൊണ്ട് വന്ന ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റമാണ് ഏത്? GST. അപ്പൊ GST ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ? GST എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്നാണ് GST നിലവിൽ വന്നത്? ജൂലൈ 1, 2017 നിലവിൽ വന്നത്. GST ഡേ എന്നറിയപ്പെടുന്നത് ജൂലൈ 1 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് GST? ഇന്ത്യയിലെ ഒരു മേജർ ടാക്സ് റിഫോം ആണ് GST ഇല്ലേ? ഈ GSTയിൽ ഡിഫറെന്റ് ഇൻഡയറക്റ്റ് ടാക്സുകളെ എന്ത് ചെയ്യാണ്? യൂണിഫൈ ചെയ്തുകൊണ്ട് വന്ന ഒരു സിസ്റ്റമാണ്. ജൂലൈ 1, 2017 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജൂലൈ 1 എന്തെന്നാണ് അറിയപ്പെടുന്നത്? GST ഡേ എന്നാണ് അറിയപ്പെടുന്നത്. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? GST unified the country's tax structure, simplifying the taxation of goods and services and eliminating the need for multiple taxes previously levied by both central and state government. നേരത്തെ അല്ലേ ഇൻഡയറക്റ്റ് ടാക്സ് ഉള്ള സമയത്ത് മൾട്ടിപ്പിൾ സ്റ്റേജസിൽ നമുക്ക് ടാക്സുകൾ അടയ്ക്കേണ്ടി വന്നിരുന്നു. ഇതെല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വൺ ടാക്സ് അല്ലേ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണ് ഇത് GST. GST is a comprehensive, multi-stage and destination based tax. കോംപ്രിഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അപ്പൊ എന്താണ് ഈ 3 ടേം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദിക്കാം അല്ലേ? GST is a മൾട്ടി സ്റ്റേജ് ടാക്സ്, GST is a ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അപ്പൊ അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ? അപ്പൊ എന്തുകൊണ്ടാണ് GST കോംപ്രിഹെൻസീവ് ആണ്, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് ആണ്, അല്ലെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് പറയാനുള്ള കാര്യം നമുക്ക് നോക്കാം. It is considered comprehensive because it has replaced most indirect taxes with a few exceptions for state taxes. Most of the ഇൻഡയറക്റ്റ് ടാക്സുകളെയും മാറ്റിക്കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്? GST വന്നത്. ഓക്കെ, അപ്പം 1 or 2 ഇൻഡയറക്റ്റ് ടാക്സ് അല്ല, മോസ്റ്റ് ഓഫ് ദ ഇൻഡയറക്റ്റ് ടാക്സുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് GST വന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു കോംപ്രിഹെൻസീവ് നേച്ചർ ആണെന്ന് നമുക്ക് പറയാം. സിമ്പിൾ നേച്ചർ ആണോ? അല്ല, കോംപ്രിഹെൻസീവ് നേച്ചർ ആണെന്ന് നമുക്ക് പറയാം. സെക്കൻഡ് വൺ, എന്തുകൊണ്ടാണ് മൾട്ടി സ്റ്റേജ് ടാക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ലെവിഡ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ബട്ട് ഇറ്റ് ഈസ് റീഫണ്ടഡ് ടു ഓൾ പാർട്ടീസ് ഇൻവോൾവ് എക്സെപ്റ്റ് ദ ഫൈനൽ കൺസ്യൂമർ. എന്താ പറയുന്നത്? ഇത് മൾട്ടി സ്റ്റേജ് ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ പ്രോസസ്സ് മുതൽ ഓരോ ഘട്ടങ്ങളിലുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇത് എന്ത് ചെയ്യുന്നു? റീഫണ്ട് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് റീഫണ്ടഡ് ടു ഓൾ പാർട്ടീസ് കൺസേൺ. ഫൈനൽ കൺസ്യൂമർ ഒഴിച്ച് ബാക്കി അതിന് മുന്നേ ഉള്ള ഓരോ ഹോൾസെയിലർ, റീറ്റെയിലർ ഇവർക്കെല്ലാം ഈ ഓരോ സ്റ്റേജുകളിലും അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ത് ചെയ്ത് കിട്ടുന്നുണ്ട്? റീഫണ്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GST മൾട്ടി സ്റ്റേജ് ടാക്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, GSTയുടെ പ്രധാനപ്പെട്ട 3 ആ ഒരു മീനിങ്ങിൽ തന്നെയുള്ള 3 ടേം ആണ്. GST കോംപ്രിഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. കോംപ്രിഹെൻസീവ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താണ്? മോസ്റ്റ് ഓഫ് ദ ഇൻഡയറക്റ്റ് ടാക്സുകളെയും യൂണിഫൈ ചെയ്തുകൊണ്ടാണ് GST സ്ട്രക്ചർ വന്നത് ഇല്ലേ? മൾട്ടി സ്റ്റേജ് ആണെന്ന് പറയാനുള്ള കാര്യം, പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ലെവി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്ത് കിട്ടുന്നുണ്ട്? റീഫണ്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഫൈനൽ കൺസ്യൂമർ അല്ലേ, അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ ഫണ്ട് എന്ത് ചെയ്ത് കിട്ടും? ലെവി, അതായത് ക്രെഡിറ്റ് ചെയ്ത് തിരിച്ചവർക്ക് റീഫണ്ട് ചെയ്ത് കിട്ടാറുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്? GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയാനുള്ള കാരണം, its nature means that the tax is collected at the point of consumption rather than the point of origin.
making a significant departure from previous tax system. ഓക്കെ, പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ നിന്നും ജി എസ് ടിക്കുള്ള പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്താണ്? കൺസെപ്ഷൻ അല്ലേ, ടാക്സ് കളക്ട് ചെയ്യുന്നവിടാണ് അറ്റ് ദ പോയിന്റ് ഓഫ് കൺസെപ്ഷൻ. നമ്മൾ ആ കൺസ്യൂമർ ആണ് എന്ത് അടയ്ക്കേണ്ടി വരുന്നത്? ആ ഒരു ടാക്സ് എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. പോയിന്റ് ഓഫ് ഒറിജിൻ അല്ല, അത് പ്രൊഡക്ഷൻ സമയത്തല്ല. അന്നേരം ആ ഒരു ഹോൾസെയിലർ അല്ലെങ്കിൽ ഒരു റീറ്റെയിലർ എമൗണ്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അവർക്കത് തിരികെ എന്ത് ചെയ്ത് കിട്ടുന്നുണ്ട്? റീഫണ്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടാക്സ് ബേർഡൻ ഫൈനലി ആർക്കാണ്? കൺസ്യൂമർക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ജി എസ് ടി എന്താണ്? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജി എസ് ടി കോംപ്രിഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണെന്നും പറഞ്ഞു. The tax came into effect from 1st July 2017. ഓക്കെ, എന്നാണ് ജി എസ് ടി വന്നത്? 1st July 2017 ആണ്. Through the implementation of 101st Amendment, അതായത് 101-ാം അമെൻമെന്റ് പ്രകാരം. ഓക്കെ, 101-ാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓൺ 1st July 2017 ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് അമെൻമെന്റ് ആണ്? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്? 101. ഓക്കെ, 1st July സെലിബ്രേറ്റഡ് ആസ് ദ ജി എസ് ടി ഡേ. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്താണ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ? ഒരു കോംപ്രിഹെൻസീവ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു, മൾട്ടി സ്റ്റേജ് ആണെന്ന് പറഞ്ഞു, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു ഇല്ലേ? ഇൻഡയറക്റ്റ് ടാക്സുകളെ എല്ലാം യൂണിഫൈ ചെയ്തുകൊണ്ട് വന്ന ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റമാണ് ജി എസ് ടി. അതുകൊണ്ട് തന്നെ അത് എന്താണ്? കോംപ്രിഹെൻസീവ് നേച്ചർ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ പല ഫേസസിലും എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ലെവി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേജ് ടാക്സ് ആണ്. പക്ഷെ ഫൈനൽ കൺസ്യൂമർ അല്ലെ ഡെസ്റ്റിനേഷനിലാണ് ആ ഒരു ടാക്സ് ബേർഡൻ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ജി എസ് ടി ഡേ എന്നാണ്? ജൂലൈ 1 ആണ് ജി എസ് ടി ഡേ. 101 അല്ലെങ്കിൽ 101-ാം അമെൻമെന്റ് പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് ജി എസ് ടി എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യം? ജി എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഡിഫറെൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സുകളെ യൂണിഫൈ ചെയ്തുകൊണ്ടുവന്ന ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റമാണ് ജി എസ് ടി. എന്നാണ് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജൂലൈ 1, 2017 പ്രധാനപ്പെട്ട 3 ഫീച്ചർ എന്താണ് ജി എസ് ടിയുടെ? കോംപ്രിഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. ജി എസ് ടി ഡേ എന്നാണ്? ജൂലൈ 1 ആണ്. ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്? 101. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ നമ്മൾ പറഞ്ഞത്? ഓക്കെ, ഇപ്പോൾ ഈ 2025 സെപ്റ്റംബർ മുതൽ ജി എസ് ടി റേറ്റിലും സ്ലാബ് റേറ്റിലും ഒക്കെ എന്ത് വന്നിട്ടുണ്ട്? ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ള ടാക്സ് സ്ലാബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നത്. 0%, 5, 12, 18 and 28. ആൻഡ് മോസ്റ്റ് സിൻ ഐറ്റം എത്ര ആയിരുന്നു? 40%. ഓക്കെ, ജി എസ് ടി വാസ് ഇനിഷ്യലി സ്ട്രക്ചർഡ് വിത്ത് മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബ്. ഓക്കെ, ഒരു പ്രോഡക്റ്റിന് 18% അങ്ങനെ ഒരു ടാക്സ് സ്ലാബ് അല്ല, മൾട്ടിപ്പിൾ ടാക്സ് റേറ്റ് ആണ് അല്ലെങ്കിൽ ടാക്സ് സ്ലാബ് ആണ് എന്തിനുള്ളത്? ജി എസ് ടിക്കുള്ളത്. 0%, അതായത് എസെൻഷ്യൽ ഐറ്റംസിന് എന്തില്ല? ടാക്സ് ഇല്ല. 0%, അതുപോലെ തന്നെ 5%, 12, 18, 28 and 40 tax structure. Okay. However, certain goods such as petroleum products, alcoholic beverages and electricity were excluded from GST and continued to be taxed separately by state government under the previous tax system. Okay. ടാക്സ് സ്ട്രക്ചറിൽ വരാത്ത പ്രോഡക്റ്റുകൾ ഏതാണ്? പെട്രോളിയം പ്രോഡക്ട്സ്, ആൽക്കഹോളിക് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി. ഇതിനെയൊക്കെ എന്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ജി എസ് ടിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് സ്ട്രക്ചർ പ്രകാരമാണ് എന്തിന് ടാക്സ് ലെവി ചെയ്യുന്നത്? ഈ എക്സ്ക്ലൂഡഡ് പ്രോഡക്ട്സിന്. ഓക്കെ, അപ്പൊ ജി എസ് ടിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? പെട്രോളിയം, ആൽക്കഹോളിക് ബിവറേജസ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി. ഓക്കെ, അതും ഒന്ന് ഓർത്തിരിക്കുക. അഡീഷണലി സ്പെസിഫിക് ഐറ്റംസ് ലൈക്ക് റഫ് പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് അട്രാക്റ്റഡ് എ സ്പെഷ്യൽ റേറ്റ് ഓഫ്
0.25%, while gold was taxed at 3%. ചില precious stones, ഓക്കെ, അതിൻ്റെ റേറ്റ് ഏതാണ്? 0.25% ആണ്. ഗോൾഡിന്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 3% ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഈ റീസെന്റ് ആയിട്ടുള്ള ടാക്സ് സ്ട്രക്ചർ എന്താണ്? ടാക്സ് റിഫോമിന് മുന്നേ 2025 സെപ്റ്റംബറിന് മുന്നേ ഉള്ള ടാക്സ് സ്ലാബ് റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് 0%, 5, 12, 18, 28 ആൻഡ് 40%. ഈ GSTയുടെ ടാക്സ് സ്ട്രക്ചറിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഏത് പ്രോഡക്ട്സ് ആണ്? പെട്രോളിയം പ്രോഡക്ട്സ്, ഇലക്ട്രിസിറ്റി, ആൽക്കഹോളിക് ബിവറേജസ് പ്രോഡക്ട്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ GST. അതുപോലെ തന്നെ എന്താണ്? പ്രഷ്യസ് സ്റ്റോൺസ്, അതിനൊക്കെ എത്രയാണ്? 0.25% ആണ്. ഗോൾഡിന് എത്രയാണ്? 3% ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? A cess of 22% or other rates applied on top of 28% GST for certain luxury items such as aerated drinks, luxury cars, tobacco products, etc. Okay, 28% ടാക്സിനോടൊപ്പം 22% സെസ്സും കൂടി എന്തിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്? ചില പ്രോഡക്ട്സിന്. ഓക്കെ, ടുബാക്കോ പോലുള്ള പ്രോഡക്ട്സിന് 28% GSTയോടൊപ്പം തന്നെ 22%ഓളം സെസ്സും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. The Indian government announced a significant reduction in GST rates on several goods on 3rd December 2025. സെപ്റ്റംബർ 3, 2025 മുതൽ GSTയിൽ എന്ത് വന്നിട്ടുണ്ട്? ഇളവുകൾ വന്നിട്ടുണ്ട്. ടാക്സ് റേറ്റിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്? കുറച്ച് ഡിഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ടുബാക്കോ പ്രോഡക്ട്സിന് ഈ 28%നോടൊപ്പം 22% സെസ്സും കൂടി ആയിരുന്നു എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ GSTയുടെ റേറ്റ്സ് ഏതൊക്കെയായിരുന്നു? ഓൾഡ് റേറ്റ്സ് 0, 5, 12, 18, 28 ഇല്ലേ? ഇതിൽ ബിവറേജസ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആർ എക്സ്ക്ലൂഡഡ് ഫ്രം GST. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ആയിരുന്നു അവർക്ക് ടാക്സ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് സിസ്റ്റത്തിലായിരുന്നു അവർക്ക് ടാക്സ് ലെവി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗോൾഡിന് 3%, പ്രഷ്യസ് സ്റ്റോൺസിന് 0.25%. പിന്നീട് നമ്മൾ പറഞ്ഞത് ടുബാക്കോ പോലുള്ള പ്രോഡക്ട്സിനൊക്കെ 28% GSTയോടൊപ്പം 22% സെസ്സും കൂടി ചേർക്കുമായിരുന്നു. അതുപോലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിഫോം വന്നത് എന്നാണ്? 3rd September 2025 മുതൽ GSTയുടെ സ്ട്രക്ചറിൽ എന്ത് വന്നിട്ടുണ്ട്? ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാണ്? പുതിയ ടാക്സ് റേറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് പറയും. These changes, which came into effect on 22 September 2025, reduced the number of GST slab from 6 to 3. Okay, 3rd September 2025 മുതൽ മാറ്റങ്ങളുണ്ട്. അത് എഫക്റ്റ് എന്ന് മുതലാണ് നടപ്പിലായത്? സെപ്റ്റംബർ 22 ആണ്. ഓക്കെ, സെപ്റ്റംബർ 22, 2025 മുതൽ 6 സ്ലാബ് എന്നുള്ളത് എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി ഇല്ലേ? അതായത് 0%, 5%, 8%, 12, 22, 40 ഇത് എത്ര ആയിട്ട് റെഡ്യൂസ് ചെയ്തു? 3 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, കൺസോളിഡേറ്റിംഗ് them into just 2 primary rates. പ്രൈമറി റേറ്റ്സ് എത്രയാണ്? 2 ആണ്, 5 and 18%. ഓക്കെ, അപ്പൊ കറന്റ് GST ടാക്സ് റേറ്റ് ഏതൊക്കെയാണ്? 5 and 18%. And this restructuring aimed at simplify the tax system and make goods more affordable to consumers. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ പുതിയ GST റിഫോംസ് വന്നതോടുകൂടി നമുക്ക് കുറച്ചും കൂടി വില കുറവിലാണ് എന്ത് കിട്ടുന്നത്? ഗുഡ്സ് കിട്ടുന്നത് ഇല്ലേ? നമ്മൾ ആ ഒരു ടൈമിലുള്ള വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടല്ലേ? ഒരു സാധാരണ ഒരു എന്താണ് മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇളവാണ്. നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്നതാണ്. ഇപ്പം 72 റുപ്പീസിൻ്റെ പേസ്റ്റിനൊക്കെ ഇപ്പോൾ എത്രയാണ് ടാക്സ്? ഈ GST റിഫോം വന്നതിന് ശേഷം 55 റുപ്പീസേ ഉള്ളൂ. അങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ എഫക്റ്റ് വളരെ വലുതാണ്. അതായത് പ്രൈസ് കൺസ്യൂമേഴ്സിന് വളരെയധികം കുറഞ്ഞ നിരക്കിൽ എന്ത് വാങ്ങാനായിട്ട് പറ്റും? ഗുഡ്സ് വാങ്ങാനായിട്ട് പറ്റും.
The tax rate, rules and regulations are governed by the GST Council, which consists of finance ministers of the central government and all states. Okay. അപ്പോൾ ഈ ടാക്സ് റേറ്റും എല്ലാം നിശ്ചയിക്കുന്നത് ആരാണ്? GST Council ആണ്. ഓക്കെ. ഈ GST Council എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മുടെ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? നിർമ്മല സീതാരാമൻ അല്ലേ? അപ്പം നമ്മുടെ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സും കൂടി ചേരുന്നതാണ് ഈ GST കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ഈ GST റേറ്റ്സ് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് GST റേറ്റ്സ് പറയും. GST റേറ്റ്സ് ഓരോ റേറ്റ്സിലെ അണ്ടറിൽ വരുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകൾ പഠിക്കാം. നമ്മുടെ GSTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. ഓക്കെ. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഈ ഒരു പുതിയ ചേഞ്ച് എന്നു മുതലാണ് വന്നത്? സെപ്റ്റംബർ 22 മുതലാണ്. പ്രൈമറി റേറ്റ്സ് ഏത് മാത്രമേ ഉള്ളൂ? 5%ഉം 18%ഉം ഉള്ളൂ. അപ്പം ഇതുവഴി വളരെ വിലക്കുറവിൽ എന്ത് കിട്ടുന്നു? കൺസ്യൂമേഴ്സിന് ഗുഡ്സ് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററും സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സും കൂടി ചേരുന്നതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. GST കൗൺസിലാണ് ഈ ഡിഫറെൻറ്റ് ടാക്സ് സ്ലാബും ടാക്സ് റേറ്റും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? GST കൗൺസിലാണ്. നമ്മൾ GSTയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ബ്രീഫ് ഡൗൺ ചെയ്ത് ഇൻട്രൊഡക്ഷൻ പറയാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം ജൂലൈ 1, 2017 GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ 1 ആണ് GST ഡേ എന്നറിയപ്പെടുന്നത്. ഓക്കെ. GST എന്ന് പറഞ്ഞ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GSTയിൽ ഡിഫറെൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സുകളെ യൂണിഫൈ ചെയ്തുകൊണ്ട് വന്ന ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റമാണ് GST എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്? GST കൗൺസിൽ പറഞ്ഞായിരുന്നു. GST കൗൺസിലാണ് GST റേറ്റ്സും മറ്റു കാര്യങ്ങളും GSTയുടെ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. ഇതിൻ്റെ ആരൊക്കെയാണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്? സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററും എല്ലാ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സുമാണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ട് ഉള്ളത്. പിന്നെ GSTയുടെ പുതിയ സ്ലാബ് 5%ഉം 18%ഉം ആണ്. അതുപോലെ തന്നെ പെട്രോളിയം, ഇലക്ട്രിസിറ്റി ഒക്കെ പ്രോഡക്ട്സിനെ GSTയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അവർക്ക് എന്ത് ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ഈ GST 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിനു മുന്നേ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? ഓക്കെ, പ്രധാനപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണ്? ഈ GST ഇൻട്രൊഡക്ഷന് മുന്നേ ഉള്ള ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇയേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ 2000. ഓക്കെ, ഇൻ ദ ഇയർ 2000 GST concept proposed by Atal Bihari Vajpayee government empowered committee of state finance ministers formed. Okay. അപ്പം ബാജ്പേയി ഗവൺമെന്റ് 2000 ഓക്കെ ഇൻ ദ ഇയർ 2000 അടൽ ബിഹാരി ബാജ്പേയി ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് എംപവേർഡ് കമ്മിറ്റി. ഓക്കെ, എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. GSTയെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് GSTയുടെ കോൺസെപ്റ്റ്, ഓക്കെ, ഒരു GST കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഏത് വർഷമാണ്? 2000 ഓക്കെ, അടൽ ബിഹാരി ബാജ്പേയി എന്താണ് ഗവൺമെന്റ്, അവരുടെ കമ്മിറ്റിയുടെ പേരെന്താണ്? എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്? അടൽ ബിഹാരി ബാജ്പേയി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ. ഇയർ ഏതാണ്? 2000. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ GSTയുടെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഏത് ഗവൺമെന്റ് ആണ്? AB വാജ്പേയി അല്ലെങ്കിൽ അടൽ ബിഹാരി ബാജ്പേയി ഗവൺമെന്റ് ആണ്. ഏത് കമ്മിറ്റിയാണ്? എംപവേർഡ് കമ്മിറ്റി. 2006 GST implementation announced in the union budget with a target date of 1st April 2010. Okay, 1st April 2010 GST ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഒരു പ്രഖ്യാപനം ഓക്കെ എവിടെ ഉണ്ടായി? യൂണിയൻ ബജറ്റിൽ ഉണ്ടായി. എന്നായിരുന്നു? 2006. ഓക്കെ, ഇപ്പൊ 2006
GST ഇംപ്ലിമെന്റേഷനെ പറ്റി നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ പരാമർശിച്ചു. ആ യൂണിയൻ ബഡ്ജറ്റിൽ പറഞ്ഞത് April 1, 2010 എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു? GST ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. 2009 ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ ഓൺ GST റിലീസ്ഡ് ബൈ എംപവേർഡ് കമ്മിറ്റി. നമ്മൾ പറഞ്ഞു 2000 ഫോം ചെയ്ത അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റിന് അണ്ടറിലുള്ള എംപവേർഡ് കമ്മിറ്റി GSTയുടെ ഒരു ഡിസ്കഷൻ പേപ്പർ പ്രസന്റ് ചെയ്തു. എന്നാണ് 2009. ഓക്കെ, അപ്പം ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് പറയാം ഒന്നും കൂടി. 2000 ഫസ്റ്റ് AB വാജ്പേയി ഗവൺമെന്റ് ഈ ഒരു GST കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിനു വേണ്ടിയിട്ട് എംപവേർഡ് കമ്മിറ്റി, എല്ലാ ഫിനാൻസ് മിനിസ്റ്റേഴ്സും ചേർന്ന് ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടായിരുന്നു. 2006 യൂണിയൻ ബഡ്ജറ്റിൽ GSTയെ പറ്റി പരാമർശിക്കുകയും GST April 1, 2010 ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം 2009 എന്താണ് ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ, GSTയെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ എംപവേർഡ് കമ്മിറ്റി എന്ത് ചെയ്തു? പ്രസന്റ് ചെയ്തു, അല്ലെ റിലീസ് ചെയ്തു 2009. 2011 115th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പാർലമെന്റ്. 115ാം അമെൻമെന്റ് പാർലമെന്റിൽ പാസ്സാക്കിയെങ്കിലും പിന്നീട് അതെന്ത് ചെയ്തു? ലാപ്സ്ഡ് ആക്കി. അത് നടന്നില്ല. ആ ഒരു അമെൻമെന്റ് എന്തായിട്ട് വന്നില്ല? GSTയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല. 2014 122 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, 2014 122ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നു. ഓഗസ്റ്റ് 2016 പാസേജ് ഓഫ് 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രൊവൈഡിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ടു GST. അപ്പം GST ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏതാണ്? 101 ആണ്. ഓക്കെ, 101ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇയർ ഏതാണ്? ഈ അമെൻമെന്റ് കൊണ്ടുവന്ന ഇയർ ഏതാണ്? 2016. അങ്ങനെ GST കൗൺസിൽ ഫോം ചെയ്തു. ഈ 2016 സെപ്റ്റംബറിൽ GST കൗൺസിൽ ഫോം ചെയ്തു. 2017 ഫസ്റ്റ് ജൂലൈയിലാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇന്ത്യയിൽ ഉടനീളം GST ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നാണ്. ഫസ്റ്റ് ജൂലൈ 2017 ആണ്. മാർച്ച് ഏപ്രിൽ 2017 GST ലോസ് ഒക്കെ പാസ്സാക്കി. GST കമ്പോണൻസ് ആണിത്. ഓക്കെ, ഇതാ നമ്മൾ പഠിക്കും. അതായത് സ്റ്റേറ്റ് ലെവി ചെയ്യുന്ന GST ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? കമ്പോണൻസ് ഓഫ് GSTക്കകത്ത് നമ്മൾ പഠിക്കും. അപ്പോൾ GST ലോ പാസ്സാക്കിയത് 2017 തന്നെയാണ്. GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിത്ത് എഫക്റ്റ് എന്നാണ് ഡേറ്റ്? ജൂലൈ 1, 2017. അപ്പോൾ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് ഏതൊക്കെയാണ്? ഓർത്തിരിക്കുക. 2000 ഒരു എംപവേർഡ് കമ്മിറ്റി ഫോം ചെയ്തു AB വാജ്പേയി ഗവൺമെന്റിന്റെ അണ്ടറിൽ. GSTയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. 2006 അവർ പറഞ്ഞു എന്താണ്? GST അവരുടെ യൂണിയൻ ബഡ്ജറ്റിൽ അവർ പറഞ്ഞു 2010 GST ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അത് നടന്നില്ല, അല്ലേ? 2009 ഒരു ഡിസ്കഷൻ റിലീസ് ചെയ്തു. GSTയെ പറ്റിയൊരു ഡിസ്കഷൻ റിലീസ് ചെയ്തു GST എംപവേർഡ് കമ്മിറ്റി. അതിനുശേഷം ഒരു 115ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി GST ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷെ അതും പോസിബിൾ ആയില്ല. 2014 പിന്നെ 2016 എന്ത് ചെയ്തത്? 101ാം അമെൻമെന്റ് പ്രകാരം GST കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് കൊടുത്ത് വന്നത്. അങ്ങനെ 2016 സെപ്റ്റംബറിൽ തന്നെ GST കൗൺസിൽ ഫോം ചെയ്തു. ഓക്കെ, 2016 സെപ്റ്റംബറിൽ തന്നെ GST കൗൺസിൽ ഫോം ചെയ്തു. 2017 GST ലോസ് പാസ്സാക്കി. സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, ഇന്റഗ്രേറ്റഡ് GST ഉണ്ട്, യൂണിയൻ ടെറിട്ടറി GST ഉണ്ട്. അപ്പം GST ലോസ് പാസ്സാക്കി. അതിനുശേഷം 1 ജൂലൈ 2017 ഓൾ ഓവർ ഇന്ത്യ എന്ത് നടപ്പിലാക്കി? GST ഇൻട്രൊഡ്യൂസ് ചെയ്തു. ജൂലൈ 1 അങ്ങനെ GST ഡേ ആയിട്ട് അറിയപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 101ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. GST വന്നത് 1 ജൂലൈ
1st July 2017 ആണ്. 1st July ആണ് GST ഡേ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യം? നമ്മൾ നോക്കുന്നത് GSTയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നോക്കാം. ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ആൻഡ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് വാസ് ട്രാൻസ്ഫോംഡ് ഇൻടു എ യൂണിഫൈഡ് കോമൺ മാർക്കറ്റ്. ഒരു സിംഗിൾ ടാക്സ്, ഒരു സിംഗിൾ ടാക്സ് സ്ട്രക്ചറിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത് GST എന്ന് പറയുന്നത്. GST ഈ ഒരു 3 ടേം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദിക്കാം. കോംപ്രിഹെൻസീവ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്, മൾട്ടി സ്റ്റേജ് ടാക്സ് ആണ്. കീ ഫീച്ചേഴ്സ് ഓഫ് GST ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? വൺ നേഷൻ വൺ ടാക്സ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം GSTയുടെ ഫസ്റ്റ് ഫീച്ചർ ആണ് ഇത്, വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളത്. GST replaced a complex web of multiple indirect taxes levied by both central and state government with a single streamlined tax structure across the country. എന്തുകൊണ്ടാണ് വൺ നേഷൻ വൺ ടാക്സ് എന്നറിയപ്പെടുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളെ യൂണിഫൈ ചെയ്തതാണ്. ഓക്കെ, സിംഗിൾ ടാക്സ് സിസ്റ്റത്തിലേക്ക് അല്ലെ സിംഗിൾ ടാക്സ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നതാണ് GST എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, GST റീപ്ലേസ്ഡ് എ കോംപ്ലക്സ് വെബ് ഓഫ് മൾട്ടിപ്പിൾ ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ലെവി ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സുകളെ യൂണിഫൈ ചെയ്തുകൊണ്ട് വന്ന ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റം ആണ് ഇത് GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ വൺ നേഷൻ വൺ ടാക്സ്. സെക്കൻഡ് ആണ് ഡുവൽ സ്ട്രക്ചർ. ഓക്കെ, ഇന്ത്യ ഹാസ് എ ഡുവൽ GST മോഡൽ, meaning both central and state simultaneously levy GST on a common base within a state. നമുക്കറിയാം ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഒരു ഡുവൽ സ്ട്രക്ചർ ആണ്. അതായത് നമുക്ക് GSTയിൽ CGST ഉണ്ട്, SGST ഉണ്ട്. ഓക്കെ, GSTയിൽ ഒരു പോർഷൻ സെൻട്രൽ ഗവൺമെന്റിനും ഒരു പോർഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ്. അപ്പം ഇന്ത്യയിൽ ഒരു ഡുവൽ സ്ട്രക്ചർ മോഡലാണുള്ളത്, മീനിങ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സൈമൾട്ടേനിയസ്ലി ലെവി GST. ഓക്കെ, ഇനി ആ GSTയുടെ കമ്പോണൻസ് ആണ് പറയുന്നത്. CGST എന്താണ്? CGST സെൻട്രൽ GST. അപ്പം ആ പേരിലുണ്ട്, ആ ടാക്സ് ലെവി ചെയ്യുന്നത് ആരാണ്? ലെവീഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ്. ഓക്കെ, ആരാണ് അപ്പം ആ ഒരു ടാക്സ് ലെവി ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. SGST എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ലെവീഡ് ബൈ സ്റ്റേറ്റ്. ഓക്കെ, ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവി ചെയ്യുന്നതാണ് ഇത് SGST. അടുത്തതാണ് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു CGST പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്നതാണ് CGST. സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവി ചെയ്യുന്നതാണ് SGST. ഇന്റഗ്രേറ്റഡ് കമ്പൈൻലി ബൈ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇത് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. It is levied by central government on interstate supplies and imports. The revenue is apportioned between the central and consuming state. Okay, ആ revenue apportion ചെയ്ത് പ്രൊപ്പോർഷനേറ്റ്ലി ആരെടുക്കുന്നു? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നാലാമത്തെ ഫീച്ചർ ആണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസെപ്ഷൻ ടാക്സ്. ഓക്കെ, ഫസ്റ്റ് ഫീച്ചർ നമ്മൾ പറഞ്ഞു GST എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മോട്ടോ തന്നെ ഏതാണ്? വൺ നേഷൻ വൺ ടാക്സ് ആണ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞു ഒരു ഡബിൾ ടാക്സ് സിസ്റ്റം, ഡബിൾ ടാക്സ് സ്ട്രക്ചർ ആണ് എന്തിനുള്ളത്? GSTക്കുള്ളത്. തേർഡ് ഫീച്ചർ ആണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഓക്കെ, ഫൈനൽ കൺസ്യൂമറിൽ നിന്നാണ് ആ ഒരു ടാക്സ് ഈടാക്കുന്നത്. ഓക്കെ, the tax is collected by the state where the goods or service are finally consumed, not the state where they are
പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് അല്ലെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തെടുത്തു നിന്നാണോ ആ ഒരു ടാക്സ് ലെവി ചെയ്യുന്നത്? അല്ല. ഫൈനൽ കൺസംഷൻ എവിടാണ്? ആ ഗുഡ്സിന്റെ ഫൈനൽ കൺസംഷൻ എവിടാണ്? അവിടാണ് ആ ടാക്സ് ലെവി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. നാലാമത്തെ ഫീച്ചറാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, അത് ടാക്സ് ഓൺ ടാക്സ്. ഓക്കെ, നികുതിക്ക് മേൽ നികുതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ആ ടാക്സ് ഓൺ ടാക്സിനെ തന്നെ നമുക്ക് കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ടാക്സ് ഓൺ ടാക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിവിടെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്? എലിമിനേറ്റ് ചെയ്യുകയാണ്. ടാക്സ് ഓൺ ടാക്സ് അല്ലെങ്കിൽ കാസ്കേഡിങ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നതാണ് GST എന്ന് പറഞ്ഞാൽ. അതായത് ഈ ടാക്സ് പേ ചെയ്യുന്നവർക്ക്, ഓക്കെ, ഓരോ സ്റ്റേജസിലും ടാക്സ് പേ ചെയ്യുന്നവർക്ക് തിരിച്ച എമൗണ്ട് എന്ത് ചെയ്ത് കിട്ടുന്നു? ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം GSTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എ മേജർ ഫീച്ചർ ദാറ്റ് അലൗസ് രജിസ്റ്റേർഡ് ബിസിനസ് ടു ക്ലെയിം ക്രെഡിറ്റ് ഫോർ ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്സ്. ഓക്കെ, രജിസ്റ്റേർഡ് ബിസിനസ് ഫേംസിന് ഓക്കെ നികുതി അവരടച്ച ടാക്സ് ഇൻപുട്സിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽസിന് മേൽ റോ മെറ്റീരിയൽസ് അക്വയർ ചെയ്യാനായിട്ട് അവരടച്ച ടാക്സ് അവർക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഓഫ്സെറ്റ് ഇറ്റ് അഗെയിൻസ്റ്റ് ദെയർ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അവർക്ക് ഒരു സിംഗിൾ ടാക്സ് മതി, അവർക്ക് രണ്ട് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് വരുന്നില്ല. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം, അതായത് ഡബിൾ ടാക്സേഷൻ വരുന്നില്ല, അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ് വരുന്നില്ല, കാസ്കേഡിങ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഒരു ഇൻപുട്ടിന് വേണ്ടിയിട്ട് അവരൊരു ടാക്സ് അടയ്ക്കുന്നു. ഓക്കെ, ആ ഇൻപുട്ട് വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും അതിന്മേലൊരു ടാക്സ് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അവർക്ക് തിരിച്ചത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നു. ഒരു തവണ അവരടയ്ക്കുന്ന ആ ഒരു ടാക്സ് എന്താണ്? ആ ഒരു രജിസ്റ്റേർഡ് ബിസിനസ്സിന് വീണ്ടും തിരിച്ച് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ എന്ത് എലിമിനേറ്റ് ചെയ്യാണ്? ടാക്സ് ഓൺ ടാക്സ് അല്ലെങ്കിൽ കാസ്കേഡിങ് എഫക്റ്റ് എന്ത് ചെയ്യാണ്? എലിമിനേറ്റ് ചെയ്യുകയാണ്. അടുത്താണ് ഓൺലൈൻ കംപ്ലൈൻറ്റ്സ്. അതായത് നമ്മൾ GST ഫയൽ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അല്ലേ? ടാക്സ് ഒക്കെ പേ ചെയ്യേണ്ടത്. നോക്കിയേ, ദ എൻറ്റയർ പ്രോസസ് ഫ്രം രജിസ്ട്രേഷൻ ടു റിട്ടേൺ ഫയലിംഗ് ആൻഡ് ടാക്സ് പേയ്മെന്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺലൈൻ വൈ ദ കോമൺ GST പോർട്ടൽ മാനേജ്ഡ് ബൈ ദ GST നെറ്റ്വർക്ക്. ദിസ് ഇംപ്രൂവ് ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി. GST രജിസ്ട്രേഷൻ മുതൽ അതിൻ്റെ പ്രോസസ്സിംഗ്, ടാക്സ് പേയിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും GST പോർട്ടൽ വഴിയാണ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാൽ പ്രാക്ടീസസ് ഒന്നും ഉണ്ടാവുകയില്ല. ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നു. അടുത്തൊരു ഫീച്ചറാണ് GST കൗൺസിൽ. നമ്മൾ പറഞ്ഞു എല്ലാ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സും നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു കൗൺസിലുണ്ട്. ഈ GST കൗൺസിലാണ് ടാക്സ് റേറ്റ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ജോയിന്റ് ഫോറം ഓഫ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഓൾ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് മേക്ക് ക്രിട്ടിക്കൽ ഡിസിഷൻ ഓൺ GST ലോസ്, റേറ്റ്സ്, എക്സംഷൻസ്, എൻഷുറിംഗ് കോപ്പറേറ്റീവ് ഫെഡറലിസം. അല്ലേ, GST റേറ്റ്, GST ലോ, എക്സെപ്ഷൻസ്, ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് ആരാണ്? GST കൗൺസിലാണ്. എല്ലാ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് GST കൗൺസിലിൽ മെമ്പറാണ്. ഓക്കെ, അടുത്തൊരു ഫീച്ചറാണ് കീ അപ്ഡേറ്റ്സ് ആൻഡ് റിഫോം. ഇല്ലേ, ഈ GST 2017 ഇൻട്രൊഡ്യൂസ് ചെയ്ത GSTയിൽ ചില റിഫോമുകൾ വന്നു. സെപ്റ്റംബർ 2025 മുതൽ ചില റിഫോംസ് വന്നു. ദ 2025 GST റിഫോം റിസൾട്ടിംഗ് ഫ്രം ദ 56th GST കൗൺസിൽ മീറ്റിംഗ്. എത്രാമത്തെ GST കൗൺസിൽ മീറ്റിംഗിലാണ്? 56ാമത്തെ GST കൗൺസിൽ മീറ്റിംഗിലാണ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിംപ്ലിഫൈഡ് റേറ്റ് ട്രാക്ക് സ്ട്രക്ചർ. ഓക്കെ, മൾട്ടി ടയർ സ്ട്രാക്ക് സ്ട്രക്ചറിൽ നിന്നും 2 പ്രധാന സ്ലാബാക്കി മാറ്റി. ഏതൊക്കെയായിരുന്നു പ്രൈമറി സ്ലാബ്സ്? 5%ഉം 18%ഉം. ഓക്കെ, മുന്നേ ഉള്ള ആ ഒരു മൾട്ടി ടയർ സ്ട്രാക്ക് സ്ട്രക്ചറിൽ നിന്നും 2 പ്രൈമറി സ്ലാബ് റേറ്റ് ആക്കി മാറ്റി 15%ഉം 18%ഉം. 5% മെറിറ്റ്
rate applies to essential items like basic food products, butter, ghee, packaged food. ഇതിനൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ്? 5% ആണ്. Household essentials, soap, hair oil, toothpaste and certain services like health insurance policies are അല്ലേ, ഇൻഷുറൻസ് പോളിസീസിന് GST ഒന്നും ഇപ്പം ഇല്ല, എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി 18% റേറ്റ് എന്തിനൊക്കെയാണ് ആപ്ലിക്കബിൾ? AC, TV, റെഫ്രിജറേറ്റർ, ഇതിനൊക്കെ എത്രയായി ടാക്സ്? 18% ആയി. ഓക്കെ, പ്രീവിയസ്ലി അതിന് എത്ര ആയിരുന്നു? 28 സ്ലാബ് റേറ്റ് ആയിരുന്നു. 28ൽ നിന്നും എത്ര ആയിട്ട് മാറി? 18 ആയിട്ട് മാറി. 40% റേറ്റ് അല്ലേ, ടുബാക്കോ പ്രോഡക്ട്സിനൊക്കെ എത്രയാണ്? എ ന്യൂ ഹൈ റേറ്റ് ഫോർ ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ്, എക്സാമ്പിൾ ഹൈ എൻഡ് കാർസ്, യാഷ്, ബെറ്റിംഗ്, ടുബാക്കോ പ്രോഡക്ട്സ്, ഇതിനൊക്കെ എത്രയാണ്? 40% റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രൈമറി റേറ്റ് എത്രയാണ്? 5ഉം 18ഉം ആണ്. പ്രൈമറി GST റേറ്റ് എന്ന് പറഞ്ഞാൽ 5%ഉം 18%ഉം ആണ്. ഏത് റിഫോം പ്രകാരം? 2025 റിഫോം പ്രകാരം GSTയുടെ പ്രൈമറി റേറ്റ്സ് എന്ന് പറയുന്നത് 5ഉം 18%ഉം ആണ്. എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ് ലൈക്ക് ഏതൊക്കെയാണ്? ബട്ടർ, ഗീ, പാക്കേജ്ഡ് ഫുഡ്, ഇതിനൊക്കെ എത്രയാണ്? 5% ആണ്. അതുപോലെ തന്നെ TV, ഫ്രിഡ്ജ്, ഇതിനൊക്കെ ഏതാണ്? റെഫ്രിജറേറ്റർ, TVക്കൊക്കെ എത്രയാണ്? 18% ആണ്. മോർ സിൻസ് ഗുഡ്സ് ലൈക്ക് ടുബാക്കോ പ്രോഡക്ട്സിന് എത്രയാണ്? 40% ആണ്. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം അല്ല, ഇൻഷുറൻസ് പ്രീമിയത്തിനൊക്കെ എന്തല്ല? ടാക്സ് ഇപ്പം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, procedural improvements include the operationalization of GST appellate tribunal for faster dispute resolution, quicker processing of refund, mandatory code reporting requirement based on turnover to improve invoice accuracy. അതായത് GST appellate tribunal ഉണ്ട്. GST appellate tribunal GSTയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ പരിഹരിക്കാനും ഓക്കെ, അതുപോലെ തന്നെ റീഫണ്ടും ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത് GST അപ്പലേറ്റ് ട്രൈബ്യൂണൽ. certain items remain outside GST framework. Okay, GST frameworkൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ട് and are taxed separately by the state government. Alcoholic liquor, okay, petroleum products, ഇതൊക്കെ എന്താണ്? GSTയുടെ പരിധിയിൽ വരുന്നതല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു 2025 റിഫോം ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 2 പ്രൈമറി റേറ്റ് ആണുള്ളത്, 5%ഉം 18%ഉം. എസെൻഷ്യൽ ഐറ്റംസ്, പാക്കേജ്ഡ് ഫുഡ്, ഗീ, ബട്ടർ, ഇതിനൊക്കെ എന്താണ്? ടൂത്ത് പേസ്റ്റിനൊക്കെ എത്രയാണ് ടാക്സ് റേറ്റ്? 5% ആണ്. TV, റെഫ്രിജറേറ്റർ, ഇതിനൊക്കെ എത്രയാണ് പെർസെൻറ്റേജ് ടാക്സ്? GST റേറ്റ് എത്രയാണ്? 18% ആണ്. മോർ സിൻസ് ഗുഡ്സ് ലൈക്ക് ടുബാക്കോയ്ക്ക് എത്രയാണ്? 40% ആണ്. അതുപോലെ തന്നെ ഓർക്കുക എന്താണ്? എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഓക്കെ, GSTയുടെ പരിധിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവി ചെയ്യുന്ന അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ടാക്സ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? പെട്രോളിയം പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ലിക്വർ, ഇതിനൊക്കെ എന്താണ്? GSTയുടെ പരിധിയിലല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ അണ്ടറിലാണ് ടാക്സ് ലെവി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? GSTയുടെ ഫീച്ചേഴ്സ് നമുക്ക് ഒന്നും കൂടി നോക്കാം. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്നുള്ളത്? ഫസ്റ്റ് ഫീച്ചർ എന്താണ്? 1 നേഷൻ 1 ടാക്സ്. ഇപ്പോൾ GST നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടാക്സ് റേറ്റിലേക്ക് ഒന്നും പോയിട്ടില്ല. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു ക്ലാസ് ആണ്. ഫസ്റ്റ് ഫീച്ചർ ആണ് 1 നേഷൻ 1 ടാക്സ്. ഓക്കെ, അതായത് എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെ യൂണിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സിംഗിൾ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റമാണ് ഇത് GST എന്ന് പറയുന്നത്. സെക്കൻഡ് ഫീച്ചർ എന്താണ്? ഡുവൽ സ്ട്രക്ചർ ആണ് ഇല്ലേ? CGST ഉണ്ട്, SGST ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവി ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കൂടി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് അതാണ് IGST എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് GST. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓഫ് കൺസെപ്ഷനിലാണ് എന്തുള്ളത്? ആ ടാക്സ് ബർഡൻ ഉള്ളത് പോയിന്റ് ഓഫ് കൺസെപ്ഷനിലാണ്. നാലാമത്തെ ഫീച്ചർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം.
ഓക്കെ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻപുട്സ്, അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് തിരിച്ച് അവർക്ക് എന്ത് ചെയ്ത് കിട്ടും? ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. എന്ത് എഫക്റ്റ് കുറയുന്നു? ടാക്സ് ഓൺ ടാക്സ് അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു. അടുത്തതാണ് ഓൺലൈൻ കംപ്ലയൻസ്. ജി എസ് ടി പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷനും പ്രോസസ്സിങ്ങും എല്ലാം. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നു. ജി എസ് ടി കൗൺസിലുണ്ട്. ഓക്കെ, ജി എസ് ടി കൗൺസിലുണ്ട്. ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി ലോസ്, ടാക്സ് റേറ്റ് എല്ലാം തീരുമാനിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ്. 33 മെമ്പേഴ്സ് ജി എസ് ടി കൗൺസിലിൽ 33 മെമ്പേഴ്സ് ഉണ്ട്. സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സും എന്തിൽ മെമ്പേഴ്സാണ്? ജി എസ് ടി കൗൺസിലിൽ മെമ്പേഴ്സാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു 56ാമത്തെ ജി എസ് ടി കൗൺസിലിൽ കുറച്ച് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ റിഫോംസ് ഏതൊക്കെയാണ്? എസെൻഷ്യൽ ഐറ്റംസ് അല്ലെ, 2 പ്രൈമറി ടാക്സ് സ്ട്രക്ചറാണ്, 5%ഉം 18%ഉം. അതിൽ എസെൻഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള എന്താണ് പാക്കേജ്ഡ് ഫുഡ്, ഗീ, ബട്ടർ, ഇതിനൊക്കെ എത്രയാണ് പെർസെൻറ്റേജ്? 5% ആണ്. ടി വി, റെഫ്രിജറേറ്റർ ഇതിനൊക്കെ എത്രയാണ്? 18% ആണ്. ഹൈലി സിൻസ് ഗുഡ്സ് അല്ലെങ്കിൽ ടുബാക്കോ പ്രോഡക്ട്സിനൊക്കെ 40% ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അതും നമ്മൾ പറഞ്ഞു. പിന്നീട് ജി എസ് ടി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ജി എസ് ടി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്. ജി എസ് ടിയുടെ പരിധിയിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ ടാക്സ് സ്ട്രക്ചർ അനുസരിച്ച് ലെവി ചെയ്യുന്ന പ്രോഡക്റ്റ്, പെട്രോളിയം പ്രോഡക്റ്റ്, അതുപോലെ തന്നെ എന്താണ് ലിക്വർ, ഇതിനൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്. അല്ലാതെ ഈ 5%, 18% അണ്ടറിലല്ല വരുന്നത്. കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ലെവി ചെയ്യുന്നതാണ് ഇത് പെട്രോളിയം പ്രോഡക്ട്സിനും ലിക്വറിനും ഒക്കെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. ജി എസ് ടിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനാണ് പറഞ്ഞത്. എന്തായിരുന്നു ജി എസ് ടി? ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി സ്റ്റേറ്റ് ടാക്സ് സിസ്റ്റമാണ്, ഒരു ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റമാണ്. 1 നേഷൻ 1 ടാക്സ് ആണ് ഇതിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് 1 ജൂലൈ 2017 ആണ്. ജി എസ് ടി ഡേ എന്നാണ് ജൂലൈ 1 ആണ്. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.